അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഒരാൾ ഒരു പരിശുദ്ധമായ തൗഹീദ് ഒരാൾ ചെല്ലുകയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂല ചെല്ലുകയാണെങ്കിൽ, ഇനി എന്താ അവിടെ ബാക്കിയുണ്ട്? അല്ലാഹു അമൻ ദക്കറക ദക്കറനീ, അള്ളാഹു പെട്ടു, സർവ ചരാചരങ്ങളും പെട്ടു. ഹേയ്, എല്ലാം പെട്ടു, എല്ലാവരും പെട്ടു, സർവചരാചരങ്ങളും പെട്ടു. ഹബീബാ റസൂലുള്ളാഹി ചോദിച്ചു വാങ്ങിയ കാബം പെട്ടു. അവിടെ നിന്ന് ജീവിച്ചു പോയ അവിടത്തെ കണ്ട സഹാബാക്കൾ പെട്ടു, അവിടത്തെ സ്നേഹിച്ചവരൊക്കെ പെട്ടു. അവിടത്തേക്ക് വേണ്ടി എൻ്റെ കാരണം ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എവിടുന്ന തുടങ്ങിയോടത്തേക്ക് മടങ്ങും എന്ന് ഖുർആന്റെ ആയത്തുണ്ട്. എവിടുന്ന തുടങ്ങിയത്? ഹബീബായ മുത്ത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനമിന്നൂരില്ല വകുല്ലു ശൈഇൻ മിൻ നൂരി, ഞാൻ അള്ളാഹുവിന്റെ നൂറിൽ നിന്നുള്ള നൂറാണ്. നൂറുൻ അലാ നൂർ, ഖുർആൻ പറയുന്നുണ്ട്, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഏതാണ് നൂറ്? മുഹമ്മദ് റസൂലുള്ളാഹി. മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ നൂറിൽ നിന്നുള്ളതാണ്. സർവ്വവും കുല്ലും മിൻ നൂരി, അന മിൻ നൂരില്ലാഹി വകുല്ലു ശൈഇൻ മിൻ നൂരി, എല്ലാ വസ്തുക്കളും എന്റെ നൂറിൽ നിന്നുള്ളതാണ്. അപ്പൊ യാത്ര തുടങ്ങിയത് എവിടുന്ന? ആ പൊന്നാര നൂറിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോ തുടങ്ങിയ യാത്ര എന്തിനാ തുടങ്ങിയത്? അവിടുന്ന് അള്ളാഹു ആ നൂറിനെ പടച്ചു. അള്ളാഹ്ക്ക് അള്ളാഹിനെ അറിയാൻ. അപ്പോഴവിടെ ആരിഫ്, അതാണ് മാരിഫത്ത്. ആദ്യം വന്നത് മുഹബത്താ, അങ്ങനെയാണ് ആരിഫ് അവിടത്. അപ്പൊ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പടച്ചപ്പോ ആ പടച്ച് അള്ളാഹുവിനെ ആ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ കണ്ണാടിയാണ്. മുഅ്മിൻ അള്ളാഹിന്റെ പേരാ. കണ്ണാടിയായ മുഅ്മിൻ അത് മുത്ത് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി, തിരു ത്വാഹ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കണ്ണാടിയാകുന്ന മുഅ്മിൻ. ഇത് കാണാൻ വേണ്ടിയിട്ടാ വാക്കുകളൊക്കെ പഠിച്ചത്. ഇവന് പ്രേമം കാണാൻ, ഇവരെ ഇഷ്ക് കാണാൻ, അള്ളാഹുവിന്റെയും മുത്ത് സല്ലല്ലാഹുവിന്റെയും തമ്മിലുള്ള മുഹബത്ത്, അതന്നെ മുറാക്കബ എന്ന് പറഞ്ഞത്. അപ്പൊ മുഹമ്മദ് റസൂൽ അല്ലാതെ പിന്നെ എന്ത് മുറാക്കബ, എന്ത് തരീഖത്ത്, എന്ത് ദീന, എന്ത് ഇസ്ലാമ, എന്ത് ശൈഖ, എന്ത് ഖിലാഫത്ത, ഒന്നുമില്ല. അപ്പൊ അതല്ലാത്തവരൊക്കെ എന്താണ്? അവരങ്ങോട്ട് എത്തിച്ചേരണം. അത് ആ തൗഹീദിലേക്കുള്ള വഴിയായിട്ടുള്ളൂ. ഇത് ഒരുപാട് വിശദീകരിച്ചതാണ്. ഇതത്രയ്ക്ക് വ്യക്തമായി പറഞ്ഞത് അള്ളാഹു നമ്പ് ചൊല്ലുമ്പോ എന്റെ കടമ ഞാൻ നിർവഹിച്ചു എന്ന് എനിക്ക് അള്ളാഹു നമ്പ് പറയും. ഞാൻ കേട്ടാലൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളത് തേടിപ്പിടിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ കുറ്റക്കാരാവും. അപ്പൊ ആ ഒരു കാഴ്ച അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയതാ. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. എന്നിട്ട് നമുക്ക് എന്താ ഡ്യൂട്ടി? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ണാവുലമുള്ള സ്നേഹം എങ്ങനെയാണ്, അതിലും അള്ളാഹിന്റെ റസൂലുള്ളാഹി ബന്ധം എങ്ങനെയാണ്, ലോകത്ത് മുഴുവനും മുഹമ്മദ് റസൂലുള്ളാഹി, സർവ്വതും മുഹമ്മദ് റസൂലുള്ളാഹി. പുറപ്പെട്ടത് അവിടെ നിന്നാ. അപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ടതോ ആ നൂറിലാ സഞ്ചരിക്കേണ്ടത്. അള്ളാഹു ഇന്നല്ലേ ഹുവല്ലേ പോരാ, ആ പൊന്നൂറ് തന്നെ വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നൂറ് തന്നെ വേണം. എന്നാലേ യാത്രയാകുള്ളൂ. അല്ലെങ്കിൽ തട്ടിക്കിടഞ്ഞ് വരിവെള്ളം വന്ന് പോകുമ്പോ അവിടെയും ഇവിടെയൊക്കെ തങ്ങിക്കിടക്കുന്ന ചില സാധനങ്ങളുണ്ട്. എന്നതുപോലെ അവിടെയൊക്കെ തങ്ങി കടന്നു പോകും. കറ്റുമലോ കല്ലുമലൊക്കെ കുടുങ്ങിപ്പോകും. അതല്ല, നേർക്ക് നേരെ പോകണമെങ്കിൽ ആ നൂഹ് നബിന്റെ കപ്പലിൽ തന്നെ കയറണം. ആ കപ്പലിന്റെ പ്രത്യേകത ബിസ്മില്ലാഹി മജ്റാഹ വ മുർസാഹ. ഏതാ ഇസ്മ? വിശദീകരിച്ചു. അതന്നെ തൗഹീദ്. അങ്ങനെ തന്നെ പോണം. അപ്പൊ ആ യാത്രയും ആ തൗഹീദ് കൊണ്ടായിരിക്കണം. അതില്ലാത്തൊരു യാത്ര, അത് തിരിച്ച് എവിടേക്ക് എത്തണം? അള്ളാഹുവിനെ ആ പരിശുദ്ധമായ തുടങ്ങിയോടത്തേക്ക് എത്തണം. അള്ളാഹ്ക്ക് മുഖമില്ലല്ലോ, അള്ളാഹ്ക്ക് മുഖം ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ ആ തിരുനൂറിലേക്ക് എത്തണം. അപ്പൊ നൂറിൽ നിന്നും തുടങ്ങി നൂറിലൂടെ നൂറും കൊണ്ട് നൂറിലേക്കുള്ള യാത്ര സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതല്ലാത്ത ഒരു യാത്രയും മഖ്ബൂലല്ല. ഇസ്ലാമി ഇല്ലസ്മു, ഇസ്ലാമിന് പേര് മാത്രം ബാക്കിയാകും എന്ന് പറഞ്ഞ ആ സിഫത്തക്ക് മാറണ്ട. അത് അവസാന കാലത്തെ കുറിച്ച് പറഞ്ഞതാ. പേര് മാത്രം പോരാ, തിരുനൂറ് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അപ്പൊ ചോദിക്കണേ, എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? അത് ചെല്ലിതൊക്കെ പറഞ്ഞിങ്ങോട്ടു അത് ബൽദാക്കല്ലേന്ന്. അല്ല, മൊബൈലും കെലിമല്ലും ആ മൊബൈലും ഇപ്പൊ ട്രാഫിക് കാർഡ് ചെല്ലുന്നത് പറയാൻ പറ്റില്ല, അത് ഇപ്പല്ലോ പല ജീവനുള്ള സാധനങ്ങൾ, ജീവനുള്ള സാധനങ്ങളൊക്കെ കെലിമല്ലും എന്ന മാതിരി മുഅ്മിൻ ചെല്ലാൻ പറ്റുമോ? ചെല്ലുമ്പോ ഒരു തറവാടിത്തൊരു ഉസറ് വേണ്ടേ? ഉസറുള്ള ചെല്ലണ്ടേ? അങ്ങനെ ചെല്ലണ്ടേ? ഒരൊറ്റ ദിക്റ് ചെല്ലുമ്പോ അള്ളാഹിന്റെ അർശ് മുതൽ ആ നൂറുണ്ടാക്കിയതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുതൽ അവസാനത്തെ അവസ്ഥ വരെ ലോക റഹ്മത്തുൽ ആലമീൻ
അല്ലേ? സർവ ലോകവും അള്ളുണ്ട് എന്നാ പറയണേ. ഒമൻ തക്കറക്കറക്കറനി അതിൽ ഉൾക്കൊണ്ടു. അപ്പോ ഇത് ചെല്ലുന്ന ഒരാളെ പൗരത്തിലേക്കരം. അതുകൊണ്ടല്ലേ 100 കൊല്ലം ജീവിച്ച ഒരാള് 100 കൊല്ലം ജീവിച്ച ഒരാള് അയാള് കള്ളും പെണ്ണും കഞ്ചാവും കൊലപാതക നടന്നു, നാളെ മരിക്കുന്ന ആൾ ഇന്നലെ ഗലിമല്യ അവന് അതൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം എന്താ? എങ്ങനെ പൊറുക്കാതിരിക്കും? ഇത്രയും ചരാചരങ്ങൾ മുഴുവനും ഈ വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലൂലേ? സുജൂദിൽ മാത്രം കിടക്കുന്നവനായിക്കത്തെ, റുക്കോയില് മാത്രം, ദുആയില് മാത്രം, ഇസ്തിഗ്ഫാറില് മാത്രം, മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അതാ രസം. എന്താ കാരണം? അതിന്റെ പവറ്. അപ്പൊ ഇത് ചെല്ലുന്ന അതും മശായിഖന്മാരെ കയ്യിൽ നിന്ന് മേടിച്ച് കരാറ് പുതുക്കി ചെയ്താലോ? അവൻ ആരാണ്? അവന്റെ വിലായത്ത് എന്താ? കുത്തുബെന്നല്ല, കുത്തുബക്കന്റെ വീട്ടിലെ പുള്ളർ എന്ന അവസ്ഥ പറഞ്ഞത്. എനിക്ക് മേലുള്ള മക്കാമ തൗഹീദിന്റെ മക്കാമേ. അത് മുഹിബ്ബീങ്ങളെ മക്കാമ. അവർക്ക് ആർക്കും അവരെ കുറിച്ച് അറിയില്ല. അള്ളാഹിന്റെ അടുത്ത് ഒരു സോഫട്ട് കൊടുക്കുമെന്നാ പറഞ്ഞത്. അവരെ കുറിച്ച് ആർക്കും അറിയില്ല, ഒരു മനക്കിനും അറിയില്ല, ഒരു പടപ്പുകൾക്കും അറിയില്ല എന്നുള്ള ഹദീസ് കാണാം. ഇത്രയും ഉന്നതമായ പദവി ഇതിലെത്താൻ കുറച്ച് പ്രയാസ. ഏറ്റവും ശ്രദ്ധിക്കുക, സ്കാരം നോക്കുന്നില്ലാതെ ഇവരൊക്കെയും ഈ ചരാചരങ്ങൾ മുഴുവനും വെറുക്കുന്ന ഞങ്ങൾ പൊന്നിനേറ്റ് നടന്നിട്ട് ഇവൻ വൃത്തികേട് കാണിക്കുന്നു എന്ന് പറഞ്ഞ രൂപത്തേക്ക് എത്തണ്ട. നേരെ മറിച്ച് സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കുക, ഹറാമുകളൊക്കെ കറാഹത്തുകളൊക്കെ ഒഴിവാക്കുക. ഹറാമെന്നല്ല, സുന്നത്തുകൾ മുറുകെ. അപ്പൊ ഫർളിൽ ഒഴിവാക്കാൻ പറ്റില്ല? പറ്റുമോ? കാരണം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവനില്ല. കറാഹത്തുകളൊക്കെ ഒഴിവാക്കുക, നല്ല മുത്തഖിയായി ജീവിക്കുക, ഈ തൗഹീദ് മുറുകെ പിടിക്കുക, നമ്മളെ മശായിഖന്മാരെ മുറുകെ പിടിക്കുക. ഇത്രയും പറഞ്ഞതെന്തെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിക്റ്, എല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിക്റാണ് തൗഹീദ് ബൈച്ചതുപോലെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ സ്ഥാനം അത്രക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. നല്ലൊരു രാജാവാണ് ഹബീബ റസൂലുള്ളാഹിങ്ങൾ അണികൾക്ക്. എന്നാൽ നല്ലൊരു അറിയപ്പെട്ട ഒരു ബറ്റാലിയന്റെ കമാൻഡറാണ്. അങ്ങനെ പവറുള്ളവനാണ് വിശ്വാസങ്ങൾ. മാത്രല്ല ഭാര്യമാർക്ക് സ്നേഹമുള്ള ഭർത്താവാണ്, കുട്ടികൾക്ക് വാത്സല്യമുള്ള പിതാവാണ്, പാവങ്ങൾക്ക് അത്താണിയായ ഒരു നേതാവാണ്. യത്തീം മക്കള്, ഞാനും എൻ്റെ യത്തീം ഇതുപോലെ എന്ന് പറഞ്ഞ വിരല് പിടിച്ച് പറഞ്ഞ യത്തീം മക്കളെ തണലാണ് റസൂലുള്ളാഹിങ്ങള്. ശത്രുക്കൾക്ക് പോലും ആശാകേന്ദ്രമാണ് റസൂലുള്ളാഹിങ്ങള്, അഭയമാണ് റസൂലുള്ളാഹിങ്ങള്. സ്വന്തം പള്ളിയിൽ മൂത്രമൊഴിച്ച ജൂതന്റെ ആ മൂത്രമൊഴിച്ച വസ്ത്രം സ്വന്തം കൈകൊണ്ട് കേകിയത് കണ്ട് മുസ്ലിമായ ജൂതനെ മൃഗങ്ങൾക്ക് കല്ലുകൾക്കും സലാം പറയാൻ യോഗ്യനാണ് റസൂലുള്ളാഹിങ്ങള്. താൻ എന്ന് പറഞ്ഞപ്പോൾ മരം വലത്തോട്ടൊന്ന് ചാഞ്ഞി ഇടത്തോട്ടൊന്ന് ചാഞ്ഞി കാലില്ലാക്കതമി കാൽപാദമില്ലാതെ കണങ്കാലുമ നടന്നു വരുന്നത് പോലെ നടന്നു വന്ന് അവിടുത്തെ മുമ്പിൽ വണങ്ങി അസ്സലാമു അലൈക്കും എന്ന് പറയാൻ അത്രയും ഉന്നതനാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളും അങ്ങനെ ആവണം. ഇത് കിട്ടിയോലൊക്കെ നമുക്ക് ജാതി വ്യത്യാസങ്ങളൊന്നും പാടില്ല, എല്ലാവർക്കും റഹ്മത്താവണം. അല്ലെ? മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ മുസ്ലിമീൻ എന്നല്ല, ആലമീൻ എന്നാണ്. എല്ലാവർക്കും പാമ്പടക്കം കാണാൻ വന്നിട്ടുണ്ട്. തടഞ്ഞപ്പോ കൊത്തിയിട്ട് കാണിച്ചുണ്ട് അബൂബക്കർ എന്നവരെ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ അള്ളാനെ കൊത്തിയിട്ടുണ്ട് പാമ്പ്. എല്ലാവർക്കും എവിടെ ചെന്നാലും സർവ്വ അമ്പിയാക്കന്മാരും ദിക്റതായിരുന്നു. അമ്പിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ ജീവിച്ചു പോയ സർവ്വ മുസബ്ബിഹാത്തുകളും അതായിരുന്നു. ഇത്രയും ഉന്നതമായ പദവിയുള്ളവരാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. ആ സ്വഭാവമൊക്കെ നമ്മളടുത്ത് വേണം. ശാന്തരാവണം. എന്നാൽ തിന്മക്കെതിരെ സന്ധിയില്ല സമരം ചെയ്യുകയും വേണം. ഇങ്ങനെയൊക്കെ ഉന്നതമായ പദവിയുള്ള ഈ പൊന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീപ്പാക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അതാണ് ആര്? വഹാബികൾ. അതുപോലെ അത് പൊന്തിച്ച് വശമാക്കിയവരുണ്ട്, അവരാണ് ശിയാക്കൾ. ഈ രണ്ട് ടീമിലും പെടാതെ നമ്മൾ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.